ഈ സ്കൂളിൻ്റെ ഇൻഫോ ബോക്സിനകത്ത് അവർ സ്കൂളിൻ്റെ ചിത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എങ്ങനെ സ്കൂളിൻ്റെ ലോഗോ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ നോക്കാം. അപ്പോൾ ഇതിനായി ആദ്യം ലോഗോ നമ്മുടെ ഫോണിൽ വേണം. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിനകത്ത് സ്കൂളിൻ്റെ ലോഗോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ സ്കൂൾ വിക്കിയിലേക്ക് ഈ ലോഗോ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതിനായി ഞാൻ തൽക്കാലം ഈ സ്കൂളിൻ്റെ ഏതെങ്കിലും ഒരു പേജിലേക്ക് ഈ ചിത്രത്തെ ഒന്ന് അപ്ലോഡ് ചെയ്യാം. ഞാനിവിടെ സ്കൂളിൻ്റെ അംഗീകാരം എന്നൊരു പേജ് എടുക്കുന്നു. ആ പേജിനകത്താണ് ഞാൻ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. തിരുത്തുക എന്നെടുക്കാം. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്ത ശേഷം അതിൻ്റെ സ്ഥാനം മാറ്റാവുന്നതേ ഉള്ളൂ. ഞാൻ ഇതിനകത്ത് ഇവിടെ ഈ പ്ലസ് ചിഹ്നത്തിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ചിത്രങ്ങളും മീഡിയകളും സെലക്ട് ചെയ്യുക. മീഡിയ സജ്ജീകരണത്തിനകത്ത് തിരയുക അപ്ലോഡ് എന്ന രീതിയിൽ വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ മീഡിയയ്ക്കായി തിരയുക. നേരത്തെ അപ്ലോഡ് ചെയ്ത ചിത്രമാണെങ്കിൽ അവിടെ തിരഞ്ഞാൽ നമുക്ക് ലഭിക്കും. ഇപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യാത്തതാണ്, അതുകൊണ്ട് അപ്ലോഡ് സെലക്ട് ചെയ്യുക. ഇവിടെ പ്രമാണം തിരഞ്ഞെടുക്കുക എന്ന ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ ഫോണിലെ ഫയൽസിൽ നിന്ന് ആ ചിത്രം നമുക്ക് എടുക്കേണ്ടതുണ്ട്. ഫോണിലെ ഫയൽസ് ഓപ്പൺ ചെയ്യാം. ആ ലോഗോ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ലോഗോ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ഇതെൻ്റെ സ്വന്തം സൃഷ്ടിയാണ് എന്നതൊന്ന് ടിക്ക് കൊടുക്കാം. ദെൻ അപ്ലോഡ് ചെയ്യുക എന്നത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു ഫയലിനെ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതിനൊരു പ്രത്യേക ഫോർമാറ്റ് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കൂൾ കോഡ് -PKD-2026- സ്കൂൾ ഫോട്ടോ അല്ല നമുക്ക് വേണ്ടത്, സ്കൂൾ ലോഗോ ആണ് വേണ്ടത്. സ്കൂൾ ലോഗോ എന്ന് കൊടുത്തു. എന്തെങ്കിലും വിവരണം താഴെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ ലോഗോ എന്ന് മാത്രം കൊടുത്തു. ഇനി മുകളിൽ സേവ് ചെയ്യുക എന്ന് ക്ലിക്ക് ചെയ്യാം. ഒരു തവണ കൂടി ഇവിടെ ഈ ചിത്രം ഉപയോഗിക്കുക എന്ന ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഈ ചിത്രത്തിന് വല്ല തലവാചകം ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം. അതല്ലെങ്കിൽ ഉൾപ്പെടുത്തുക ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഈ പേജ് ഒന്ന് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ റൈറ്റ് സൈഡിലൂടെ സേവ് ചെയ്യുക എന്ന് ക്ലിക്ക് ചെയ്യാം. ഈ മാറ്റങ്ങൾ ഒന്നുകൂടി സേവ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ചിത്രം നമ്മുടെ സ്കൂളിൻ്റെ പേജിൽ വന്നിട്ടുണ്ട്. ഇനി ഈ ചിത്രത്തെ എങ്ങനെ ഇൻഫോ ബോക്സിൽ ഉൾപ്പെടുത്താൻ നോക്കാം. ഇതിനായിട്ട് ആദ്യം ഈ ചിത്രം ഒന്ന് സെലക്ട് ചെയ്ത് ഈ ചിത്രത്തിൻ്റെ അപ്ലോഡ് ചെയ്തപ്പോൾ നമ്മൾ ഉപയോഗിച്ച ഫയൽ നെയിം ഒന്ന് കോപ്പി ചെയ്യാം. അപ്പോൾ ഇതാണ് ഫയൽ നെയിം. എക്സ്റ്റൻഷൻ ഉൾപ്പെടെയുള്ള ഫയൽ നെയിം കോപ്പി ചെയ്യണം. ആ ഫ്രണ്ടിലുള്ള പ്രമാണം എന്നുള്ളതും ആവശ്യമില്ല. ഫയൽ നെയിം നമ്മൾ കോപ്പി ചെയ്തു. അതിനുശേഷം സ്കൂളിൻ്റെ മെയിൻ പേജിലേക്ക് നമുക്ക് തിരിച്ചു വരാം. മെയിൻ പേജിലേക്ക് തിരിച്ചു വന്നു. ഇനി നമുക്ക് ഇവിടെ തിരുത്തുക ക്ലിക്ക് ചെയ്യുന്നു. ദെൻ ഇൻഫോ ബോക്സും ഒന്ന് ടച്ച് ചെയ്യാം. ദെൻ തിരുത്തുക ക്ലിക്ക് ചെയ്യുക. ഈ വന്നിരിക്കുന്ന ലിസ്റ്റിനകത്ത് ലോഗോ എന്ന് കാണാം. ലോഗോ എന്ന് കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ ആ ലോഗോയുടെ ഫയൽ നെയിം പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഈ പേജ് ഒന്ന് സേവ് ചെയ്യാം. ഓക്കെ, മാറ്റങ്ങൾ ബാധകമാക്കുക എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഈ പേജ് ഒന്ന് സേവ് ചെയ്യാം. സേവ് ചെയ്യുക ക്ലിക്ക് ചെയ്യാം. മാറ്റങ്ങൾ സേവ് ചെയ്യുക ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഈ സ്കൂളിൻ്റെ ലോഗോ അവിടെ വന്നതായിട്ട് നമുക്ക് കാണാം. സ്കൂളിൻ്റെ ലോഗോ സ്കൂളിൻ്റെ ഇൻഫോ ബോക്സിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ടാണ് വരിക. അത് വലുതായിട്ടല്ല വരിക, ഈ ഒരു അളവിൽ തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ സ്കൂളിൻ്റെ ഇൻഫോ ബോക്സിനകത്ത് നിങ്ങളുടെ സ്കൂളിൻ്റെ ലോഗോ ഉൾപ്പെടുത്താം.